ആശങ്കയായി രാജ്യത്ത് വീണ്ടും കോവിഡ് വ്യാപനം. രോഗികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ നിലവിൽ 7000-ലേക്ക് കടക്കുകയാണ് കോവിഡ് രോഗികളുടെ എണ്ണം. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉള്ളത്. ഗുജറാത്ത്, കർണാടക, ബംഗാൾ, ഡൽഹി എന്നിവിടങ്ങളിലും പ്രതിദിന രോഗികൾ കൂടുതലാണ്. 24 മണിക്കൂറിനിടെ 358 പേരിൽ കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടുകൂടി രാജ്യത്തെ ആകെ കോവിഡ് രോഗികളുടെ എണ്ണം 6491 ആയി. അതിൽ ആശ്വാസകരമായി 624 പേർ രോഗമുക്തരായി. മരണങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏറ്റവും കൂടുതൽ സജീവ രോഗികൾ കേരളത്തിലാണ്. 1957 സജീവ രോഗികളുടെ കണക്ക്. ഡൽഹിയിൽ 728 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. തമിഴ്നാട്ടിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 6 ആയി. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഇനിയും ഉയർന്നേക്കുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. വിവിധ രാജ്യങ്ങളിൽ കേസുകൾ ഉയരുന്നുണ്ട്. ഇതിന്റെ പ്രതിഫലനം ഇവിടെയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കോവിഡിന്റെ ജനിതക ശ്രേണീകരണം നടത്തിയിരുന്നുവെന്നും വ്യാപനശേഷി കൂടിയതും രോഗതീവ്രത ഇല്ലാത്തതുമായ വൈറസാണ് പടർന്നു പിടിക്കുന്നതെന്നും മന്ത്രി വീണ ജോർജും വ്യക്തമാക്കിയിരുന്നു. അതേസമയം കോവിഡിന്റെ പുതിയ വകഭേദം XFGയും വ്യാപിക്കുകയാണ്. രാജ്യത്തെ 163 പേരെ ബാധിച്ചത് XFG ആണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കാനഡയിലാണ് ആദ്യം XFG കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. 2021 അവസാനം മുതൽ ആഗോളതലത്തിൽ വ്യാപിച്ച കോവിഡ് വകഭേദമായ ഒമിക്രോൺ വിഭാഗത്തിലാണ് XFGയെ തരംതിരിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 89 XFG കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. തൊട്ടുപിന്നിൽ തമിഴ്നാടുമുണ്ട്. 16 കേസുകളാണ് തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ 15ഉം ഗുജറാത്തിൽ 11ഉം ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ 6 കേസുകൾ വീതവുമുണ്ട്. ഇതിൽ 159 കേസുകൾ മെയ് മാസത്തിലും ഏപ്രിൽ, ജൂൺ മാസങ്ങളിൽ 2 വീതം കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കനത്ത ജാഗ്രത വേണമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.